വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെബ് 3 പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡീസെൻട്രലൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു വെബ് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ വികേന്ദ്രീകരണം. ഓക്കെ, അപ്പോൾ അതൊരു ഉദാഹരണം സഹിതം ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ഡീസെൻട്രലൈസേഷൻ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സെൻട്രലൈസേഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. ആ ഒരു സ്ഥാപനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള കൺട്രോളും ഈ ഒരു വ്യക്തിയുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി പിന്നെ ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ കുറച്ച് മാനേജേഴ്സ് ഉണ്ടാവും, കാര്യങ്ങളൊന്നും കൂടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിലായിരിക്കും കാര്യങ്ങൾ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോടായിരിക്കും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ മാനേജേഴ്സ് പിന്നെ എന്താ ചെയ്യുക, അവരുടെ താഴത്ത് കുറച്ച് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരോടായിരിക്കും ഈ മാനേജേഴ്സ് കൺട്രോൾ ചെയ്യാം. ക്ലിയർ? അപ്പം അവരോട് ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് കൂട്ടം മാനേജേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഈ അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് അവരുടെ താഴെയായിരിക്കും വർക്കേഴ്സ് ഉണ്ടായിരിക്കുക, ജോലിക്കാരുണ്ടായിരിക്കുക. അവരായിരിക്കും ഈ അസിസ്റ്റൻറ്റ് മാനേജറുകളായിരിക്കും ഈ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചാണെങ്കിലോ ഇവരുടെ 3 പേരിലും കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു സെൻട്രലൈസേഷൻ എന്നുള്ളൊരു സിസ്റ്റത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു വ്യക്തിക്ക് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു വീട്. ഓക്കെ, ഒരു വീട്ടിൽ ഒരു വാടക വീടാണെന്ന് വിചാരിക്കാം. ഈ ഒരു വാടക വീട്ടിലേക്ക് ഒരു 4 പേര് എന്ത് ചെയ്യാണ്, വാടകയ്ക്ക് താമസിക്കാൻ വരിക എന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ 4 പേര് വാടകയ്ക്ക് താമസിക്കാൻ വരുമ്പം കൂട്ടത്തിൽ മുകളിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അയാളുടെ കയ്യിൽ ഇവരുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ ഡീല് ചെയ്യുന്നൊരു പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ വ്യക്തിയായിരിക്കും അവിടുത്തെ സകല കണക്കുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ 4 വ്യക്തികളും, അതായത് ഇൻക്ലൂഡിങ് ചെയ്തിട്ടുള്ള ആ മറ്റു 3 വ്യക്തികളുടെ എല്ലാ രേഖകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് മുകളിലുള്ളൊരു വ്യക്തിയാണ്. അയാളുടെ കയ്യിലായിരിക്കും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ബുക്കുകളെല്ലാം കൺട്രോൾ ചെയ്ത വ്യക്തിക്ക്, ആ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്ത വ്യക്തിക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും അതിൽ വരുത്താൻ പറ്റും. അയാളുടെ ഒരു അനുവാദം ഇല്ലാണ്ട് മറ്റു 3 പേർക്കും അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മറ്റു 3 വ്യക്തികളും അയാളെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കണക്കൂക്കി ഏൽപ്പിക്കുകയാണ്. അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് അയാൾക്ക് ആ കണക്കൂക്കിൽ ഒരു മാറ്റം വരുത്താൻ മറ്റു 3 പറ്റൂല. ഇതാണ് ആക്ച്വലി ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. അപ്പോൾ ഇനി ഒരു ഡീസെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, അതേ വീട് തന്നെ നിങ്ങൾ കണക്കാക്കുക. ആ വീട്ടിലേക്ക് ഇതേ 4 പേര് തന്നെ എന്ത് ചെയ്യണം, അവിടേക്ക് ഇതേപോലെ കയറി വരികയാണ്. ഓക്കെ, ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 4 പേരും നേരത്തെ ഒരാളുടെ കയ്യിലായിരുന്നു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നേരെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയാണ്. എന്താണ്, ഈ 4 പേരുടെ കയ്യിൽ എന്ത് വരികയാണ്, ഓരോ ലെഡ്ജറുകൾ, ബുക്കുകൾ വരികയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവരുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ നേരത്തെ നമ്മൾ ഒരാളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ 4 പേരും അവരുടെ ലെഡ്ജറുകളിൽ ഈ കാര്യങ്ങൾ എഴുതി വെക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഒരാൾക്ക് മാത്രമായിട്ട് അവിടെ ഒരു മാറ്റം പോസിബിൾ ആണോ? ശരിയല്ല. കാരണം എന്താണ്, ഒരേ സമയം 4 പേരും അവരുടെ ബുക്കിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമ്മ്യൂട്ടബിൾ ആണ്. മാറ്റം എന്ന് പറഞ്ഞ കാര്യം പോസിബിൾ ആയിട്ടുള്ള സംഭവമില്ല. പിന്നെ എന്ത് വേണ്ട, ഒരു പെർമിഷൻ്റെ ആവശ്യമില്ല, ഒരാളെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം കൂടെ മൊത്തത്തിൽ വികേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡീസെൻട്രലൈസേഷൻ ഒരു സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഡീസെൻട്രലൈസേഷൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ദ പവർ ആൻഡ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. എല്ലാം കൂടെ ഉണ്ടെങ്കിൽ അതിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം കൂടെ കൂടിയിട്ട് ചേർന്നായിരിക്കും അവിടെ തീരുമാനങ്ങളും മാറ്റങ്ങളും എല്ലാം കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് ഇതിനോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ പോലെ വെബ് 2 വെബ് 3 ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു പിക്ചറിലൂടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. നേരത്തെ വെബ് 2 അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൽ ഒരു വ്യക്തി കൺട്രോൾ ചെയ്ത സംഭവം വെബ് 3 വന്നപ്പം അവിടെയുള്ള ആരൊക്കെയാണ് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു സംവിധാനമായിട്ട് മാറി. ഇനി നമ്മൾ ഒരു ഡീസെൻട്രലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പവർ ആൻഡ് കൺട്രോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ ഒരു ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസി, അതായത് അവിടെ ഒരു സ്വയംഭരണം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഫ്രീഡം കിട്ടുകയാണ്. മാത്രമല്ല ട്രാൻസ്പാരൻസി ആൻഡ് ട്രസ്റ്റ്, അതായത് കാര്യങ്ങളെല്ലാം സുതാര്യമായിക്കൊണ്ട് വിശ്വസനീയമായ രീതിയിലാണ് പോകുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീസൈലൻസ് ആൻഡ് സെക്യൂരിറ്റി, അതായത് നല്ലൊരു പ്രതിരോധ ശേഷി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ. മാത്രമല്ല ഇൻക്ലൂസിവിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻസ്, അപ്പോൾ കൃത്യമായിട്ട് അതിൽ ഉൾപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഭരണമില്ലാത്ത രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ
പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പൂർണ്ണമായിട്ട് അതിൽ കാര്യങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാപ്സ് ആണ്. ഡീസെൻട്രലൈസേഷനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതാണ് ഡാപ്സ്. അതിന് പറ്റിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു മെറ്റാമാസ്കിൻ്റെ വാലറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും, ഒരു ഡീസെൻട്രലൈസ്ഡ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ശരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യൂസർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ കൺട്രോൾ ചെയ്യാനൊരു സെൻട്രലൈസിങ് അതോറിറ്റി ഉണ്ടാവും നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് ആപ്പിലാണെങ്കിൽ. പക്ഷേ ഇവിടെ അത് കംപ്ലീറ്റ് കാര്യങ്ങളും ബ്ലോക്ക് ചെയിനും സ്മാർട്ട് കോൺട്രാക്റ്റും കൂടി ചേർന്നിട്ട് ഒരു ക്രിപ്റ്റോ എക്കോണമിയിലൂടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലൂടെ കടന്നിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആപ്സിനും ഡാപ്സിനും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷന് സംബന്ധിച്ച് അതിന് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അതോറിറ്റി പൂർണ്ണമായിട്ടും അതിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും അവിടെ കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഡാപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നൊരു കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ചെയിൻ ആണ് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബ്ലോക്ക് ചെയിൻ, എങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയിൻ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ബ്ലോക്ക് ചെയിൻ്റെ സെക്ഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പം അവിടേക്ക് സംഭവിക്കുന്നത് അപ്പം ഈ ഒരു ഡാപ്സിലായാലും ബ്ലോക്ക് ചെയിൻ്റെ ഒരു കൺട്രോളിൽ കറക്റ്റായിട്ട് പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിയാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്രിപ്റ്റോ കറൻസി എത്രത്തോളം റെലവൻ്റ് ആയിട്ടാണ് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് ഈ ഒരു ഡാപ്സിൽ വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതും എന്താണ് ബ്ലോക്ക് ചെയിൻ്റെ ആക്ഷൻസ് എന്നുള്ളതും എങ്ങനെയാണ് നമ്മുടെ Web3 ഒരു ഗെയിം ചേഞ്ചറായിട്ട് ബ്ലോക്ക് ചെയിൻ മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. എന്തായാലും ഇതുവരെയുള്ള ഈ ഒരു ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഒറ്റ ഭാഗം തന്നെയാണ്. കാരണം ഒരു കേന്ദ്രീകരിച്ച സ്വഭാവം ഒരിക്കലും ഇവിടെ ഒന്നിലും കാണപ്പെടാൻ നമുക്ക് കഴിയൂല. ഓക്കെ, എല്ലാം ഒരു സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് ആരൊക്കെ അതിൻ്റെ ഭാഗവാക്കായിട്ട് നിൽക്കുന്നുണ്ടോ അവരിലൂടെ എല്ലാം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും കാര്യങ്ങൾ. ഒരു നോ വൺ ക്യാൻ ഹാക്ക് എന്നൊരു കാര്യം കൂടെ നമുക്ക് ആണെങ്കിൽ ചിന്തിക്കാൻ പറ്റും. കാരണം ഒരാൾക്ക് മാത്രമായിട്ട് അവിടെ ഒന്നിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ, ഇപ്പം നമ്മളെ ഒരു നേരത്തെ ഒരു വാടക വീടിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ എന്ത് വന്നിട്ടുണ്ട്, ബുക്കുകളിൽ വിവരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബുക്കിലെ വിവരം ഒരാൾക്ക് മാത്രമായിട്ട് ഇനി ഒരു മാനിപ്പുലേഷൻ നടത്തിയാൽ പോലും മറ്റുള്ള 3 പേരുടെയും ബുക്കിൽ യാതൊരു മാറ്റങ്ങളും വരുന്നില്ല. അപ്പോൾ ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഹാക്കിങ്ങോ ഒന്നും അവിടെ പോസിബിൾ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ ഒരു ഹാക്കിങ് നടത്തണമെങ്കിൽ ആ 4 പേര് ഒരുമിച്ച് എന്ത് ചെയ്യണം, അതിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻസ് കൊണ്ടുവന്നാൽ അൾട്ടിമേറ്റ്ലി അതിലൊരു ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. പക്ഷേ നമ്മളൊരു 4 പേരൊരു എക്സാമ്പിളാണ് എടുത്തത്. പക്ഷേ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പം ഇത് പല സ്ഥലങ്ങളിലായിട്ട് നിന്നുകൊണ്ട് വർക്ക് ചെയ്തെടുക്കുന്ന നോഡുകളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് ഹാക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ബ്ലോക്ക് ചെയിനിലേക്ക് നല്ല രീതിയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഡീസെൻട്രലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത് ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.